നമസ്കാരം. പാലായ്ക്ക് സമീപം പ്ലാസ്നാലാണ്. ഇവിടെ കലയത്തിനാൽ ജോസിയുടെ ആട് ഫാമിലാണ് നമ്മളിപ്പോൾ നിൽക്കുക. ആട് ഫാമിൽ അല്ലെങ്കിൽ ആട് വളർത്തി വലിയ ലാഭം നേടാമെന്ന് പറയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത് കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുക. സമീപകാലത്ത് മൃഗസംരക്ഷണ മേഖലയിലെ സംരംഭകർ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്നത് വിൽപ്പനയ്ക്കാണ്. ആടായിക്കോട്ടെ, മുയലായിക്കോട്ടെ, പശു ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ മേഖലയും ഏറെക്കുറെ കോവിഡാനന്തര പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പം ആട് ഫാമിൽ ഇപ്പോൾ അടുത്ത കാലത്ത് കർഷകർ പറയുന്നൊരു കാര്യമുണ്ട്, വിൽപ്പന ബുദ്ധിമുട്ടാണെന്നുള്ളത്. അപ്പോൾ വിൽപ്പനയ്ക്ക് നമ്മൾ എന്തൊക്കെ മാർഗ്ഗങ്ങളാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മളിന്ന് ജോസിയോട് ചോദിക്കാൻ പോകുന്നത്. അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് ഇവിടെ മലബാറി ഇനം ആടുകളെയാണ് പ്രധാനമായിട്ടും വളർത്തുക. അതുകൊണ്ട് തന്നെ ഇവിടെ വിൽക്കുന്നത് കുട്ടികളെ ആയിട്ടും അല്ലെങ്കിൽ ഇറച്ചിയായിട്ടുമൊക്കെ അദ്ദേഹം വിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. സ്വാഗതം കർഷകശ്രീയിലേക്ക്. കുറഞ്ഞ പരിചരണവും സൗകര്യങ്ങളും നൽകി ആടുവളർത്തൽ വിജയകരമാക്കാൻ കഴിയും. എന്നാൽ കോവിഡാനന്തര കുതിപ്പിന് ശേഷം മൃഗസംരക്ഷണ മേഖലയിലെ എല്ലാ വിഭാഗങ്ങളും കിതച്ചുകൊണ്ടാണ് മുൻപോട്ടു പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ടതാണ് ആടുവളർത്തൽ. കോവിഡ് കാലത്ത് ഒട്ടേറെ പേർ ആടുകൃഷിയിലേക്ക് ഇറങ്ങിയതിനാൽ മികച്ച വിപണിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് സ്ഥിതി അതല്ല. പലരും ഫാം അടച്ചുപൂട്ടി. മികച്ച രീതിയിൽ ഫാം നടത്തിയിരുന്ന പലരും പുതിയ വിപണന രീതികൾ സ്വീകരിച്ച് പിടിച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിലെ തനത് ആടുജനസായ മലബാറിയെ ഉൾപ്പെടുത്തി ഒരു ഫാം ചിട്ടപ്പെടുത്തിയ കർഷകനാണ് പാല പ്ലാഷനാൽ സ്വദേശിയായ കലയത്തിനാൽ ജോസി. മലബാറി ആടുകളുടെ പ്രജനന യൂണിറ്റ്, കുഞ്ഞുങ്ങളുടെ വിപണനം, ഇറച്ചി വിപണനം എന്നിങ്ങനെ എല്ലാ രീതിയിലുമുള്ള വരുമാന സാധ്യത ഇവിടെ ജോസി ഉറപ്പാക്കുന്നു. നമ്മൾ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 4 രീതിയിലുള്ള ഫാമിംഗ് സ്ട്രീം നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഒന്ന് ആടിൻ്റെ ആണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ഒരു ബ്രീഡിംഗ് ഫാം എന്നുള്ള രീതിയിൽ അമ്മയാടുകളെ നമ്മൾ നിലനിർത്തിക്കൊണ്ട് അതൊരു മലബാറി ബ്രീഡാണ്. ഇപ്പം 100% മലബാറി ബ്രീഡ് എന്ന് പറയത്തില്ല. നമ്മൾ നിർത്തുന്ന ആടുകൾക്ക് ഇപ്പോഴും ഒരു 70-80% മലബാറി ക്യാരക്ടറുള്ള ആടുകളെയാണ് നമ്മളിവിടെ ഫാമിൽ നിർത്തുന്നത്. അങ്ങനെയുള്ള ആടുകൾക്ക് ഫാമിംഗ് ചെയ്യുന്നതിലൊരു കൊമേഴ്ഷ്യൽ രീതിയിൽ ചെയ്യുമ്പം നമുക്ക് ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റുന്നതിന് മലബാറി ആയതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. അങ്ങനെ ഉള്ള ആടുകളുടെ ഒരു മദർ സ്റ്റോക്കിനെ നമ്മൾ നിലനിർത്തിക്കൊണ്ട് ഒരു ബ്രീഡിംഗ് ഫാമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിവിടെ കുട്ടികളെ ഉൽപ്പാദിപ്പിച്ച് കുട്ടികളെ നമ്മൾ പെൺകുട്ടികളെ നമ്മൾ പുറത്തേക്ക് കൊടുക്കുകയും ആൺകുട്ടികളെ നമ്മളിവിടെ മീറ്റിൻ്റെ ആവശ്യത്തിനായിട്ട് നമ്മൾ ഓർഡർ അനുസരിച്ച് നമ്മൾ മീറ്റാക്കി കൊടുക്കുകയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ കൂട്ടിലുണ്ടാകുന്ന നല്ല കുട്ടികളെ ഞങ്ങൾ പുറത്തേക്ക് കൊടുക്കാറില്ല. അവരെ നമ്മളുടെ അമ്മമാരായിട്ട് നമ്മൾ എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് മെയിനായിട്ട് നമ്മൾ ആടിൻ്റെ ഇതിൽ നമ്മൾ ചെയ്യുന്നത്. ആടുകൾ മാത്രമല്ല ജോസിക്ക് വരുമാനം നേടിക്കൊടുക്കുന്നത്. 2 ഷെഡുകളിലായി BV 380 ഇനം മുട്ടക്കോഴികളെയും ഇവിടെ വളർത്തുന്നുണ്ട്. കേരളത്തിൽ BV 380 മുട്ടക്കോഴികൾ പ്രചാരത്തിലായതിന്റെ തുടക്കകാലത്ത് എഗ്ഗർ നഴ്സറി ആയിട്ടായിരുന്നു പൗൾട്രി മേഖലയിലേക്ക് ജോസി തിരിഞ്ഞത്. ക്രമേണ നഴ്സറിയിലെ എണ്ണം കുറച്ച് മുട്ടയുൽപാദനത്തിന് പ്രാധാന്യം നൽകി. അതിന് കാരണവുമുണ്ട്. ആദ്യം എഗ്ഗർ നഴ്സറിയാണ് നമ്മൾ തുടങ്ങിയത്. എഗ്ഗർ നഴ്സറി ഒരു BV 380 നമ്മുടെ നാട്ടിൽ പ്രചാരം തുടങ്ങിയ സമയത്ത് തന്നെ ഞാനതിൻ്റെ എഗ്ഗർ നഴ്സറി സ്റ്റാർട്ട് ചെയ്തിരുന്നു. 2017 മുതൽ എഗ്ഗർ നഴ്സറി ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഏകദേശം 2019 ഒക്കെ ആയപ്പോഴത്തേനും നല്ല രീതിയിൽ എഗ്ഗർ നഴ്സറി ചെയ്യുന്നുണ്ട്. അപ്പം കൂടുതൽ ആൾക്കാർ ഗ്രാമശ്രീയിൽ ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ നമ്മളിവിടെ മെയിനായിട്ട് എഗ്ഗർ നഴ്സറി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഗ്രാമശ്രീയിൽ നിന്ന് കൂടുതൽ ആൾക്കാർ BV 380 എഗ്ഗർ നഴ്സറിയിലേക്ക് മാറിയപ്പോൾ ഞാൻ അതിൻ്റെ ആ നമ്പർ കുറച്ചിട്ട് ഞാൻ പയ്യെ ലെയർ ഫാമിങ്ങിലേക്കും കൂടെ വന്നു. ഇപ്പം കൂടുതലായിട്ട് നമ്മൾ എഗ്ഗർ നഴ്സറി ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ഈ ലെയർ ഫാമിംഗ് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം വാക്സിനേഷൻ്റെ ആ രീതികളെല്ലാം മാറി. 50 ദിവസത്തെ വാക്സിൻ എന്നുള്ള രീതി മാറിയിട്ട് ഞങ്ങളിവിടെ ഏകദേശം സാധാരണഗതിയിൽ 90 ദിവസത്തെ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള വാക്സിനേഷൻ ചെയ്തതിന് ശേഷമാണ് പുറത്തേക്ക് നമ്മൾ കുട്ടികളെ കൊടുക്കുന്നത്. അപ്പോൾ അത് ഓർഡർ അനുസരിച്ചുള്ള കുഞ്ഞുങ്ങളെ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ കുട്ടികൾക്ക് 90 ദിവസം നമ്മൾ ഇവിടെ വളർത്തുന്നതിൻ്റെ പേരിൽ സാധാരണ എഗ്ഗർ നഴ്സറിയിലുള്ളതിനേക്കാൾ കൂടിയ വിലയ്ക്കാണ് ഞാനിവിടെ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് വാക്സിനേഷൻ്റെ നമ്പർ കൂടുതലുണ്ട്. അതുകൊണ്ടാണ് ആ രീതി നമ്മൾ ചെയ്യുന്നത്. 1.5 വർഷത്തെ മുട്ടയുൽപാദനത്തിന് ശേഷം കോഴികളെ ഇറച്ചിയാക്കി വിൽക്കും.
ഫാമിലെ 50% കോഴികളെ ഇറച്ചിയാക്കി 1 കിലോ പാക്കറ്റുകളിലാക്കിയാണ് വിൽപ്പന. അവശേഷിക്കുന്നവയെ ജീവനോടെ കച്ചവടക്കാർക്ക് നൽകും. അപ്പോഴേക്കും പുതിയൊരു ബാച്ച് കോഴിക്കുഞ്ഞുങ്ങൾ മുട്ടയിടാൻ പാകത്തിലേക്ക് എത്തിയിട്ടുണ്ടാകും. അങ്ങനെ വർഷം മുഴുവനും തുടർച്ചയായി ഒരേ തോതിൽ മുട്ടയുൽപാദനം സാധ്യമാകുന്ന വിധത്തിലാണ് ഇവിടെ ബാച്ചുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. സാധാരണ 45 ദിവസത്തെ വാക്സിനേഷൻ പ്രോട്ടോകോളാണ് എഗർ നഴ്സറികളിൽ സ്വീകരിക്കാറുള്ളതെങ്കിൽ ജോസിയുടെ വാക്സിനേഷൻ രീതിക്ക് അല്പം വ്യത്യാസമുണ്ട്. 50 ദിവസത്തെ പ്രോട്ടോക്കോളിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കോഴികൾക്ക് അസുഖങ്ങളുള്ളത് ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് കൂടുതൽ ബേഡ്സിനെ നമ്മൾ തന്നെ ഫാമിൽ തന്നെ നിലനിർത്തുന്നതായതുകൊണ്ട് നമ്മൾ കൂടുതൽ വാക്സിനുകൾ കൊടുക്കാറുണ്ട്. നമ്മളുടെ ഫാമിങ്ങിലേക്ക് എടുക്കുന്ന ബേഡ്സിന് അവസാനം 4-ാമത്തെ മാസം വരെ, അതായത് 120 ദിവസം വരെയുള്ള ഒരു വാക്സിനേഷൻ പ്രോട്ടോക്കോളാണ് നമ്മളിവിടെ പിന്തുടരുന്നത്. പുറത്തേക്ക് കൊടുക്കുന്ന കോഴി കുഞ്ഞുങ്ങൾക്ക് 90 ദിവസത്തെ. അപ്പം പൊതുവേ നമ്മളുടെ പ്രൊഡക്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രത്യേകിച്ച് കോഴികൾക്ക് അസുഖങ്ങളൊന്നും സാധാരണഗതി വരാത്ത വിധം ഞങ്ങൾക്കത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. മുട്ടയുടെ ഉൽപ്പാദനം എന്ന് പറയുന്നത് വളരെ ചെറിയ ലാഭമുള്ള ഒരു മേഖലയാണ് കോഴി മുട്ട ഉൽപ്പാദനം. അപ്പം ഇതിൻ്റെ അകത്ത് കഴിഞ്ഞ 2021 മുതൽ തീറ്റ വില വളരെ ഏറെ വർധനവുണ്ടായി. ഒരു 2100 രൂപയൊക്കെ വിലയുണ്ടായിരുന്ന തീറ്റയ്ക്ക് ഏകദേശം ഇപ്പോൾ 2500 രൂപയ്ക്ക് മുകളിലാണ് ഇപ്പം തീറ്റയുടെ വില. പക്ഷേ മുട്ടയുടെ വിലയിൽ ഈ പറഞ്ഞ കാര്യമായ വർധനവ് വന്നിട്ടില്ല. ഇപ്പോഴും 6 രൂപ തോതിലൊക്കെയാണ് നമുക്ക് മുട്ട സാധാരണഗതിയിൽ കൊടുക്കാൻ സാധിക്കുന്നത്. ഇപ്പം ഈ ഒരു പ്രതിസന്ധി വലിയ കാര്യമായിട്ട് നമ്മളുടെ ഈ മുട്ടക്കോഴി മേഖലയിൽ ഉണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും നമുക്കൊരു ലാഭം ഉണ്ടാക്കണമെങ്കിൽ ഈ ഉൽപ്പാദനക്ഷമത എന്ന പറഞ്ഞ സംഭവം നമ്മൾ ഫാമിൽ നിലനിർത്തിയാൽ മാത്രമേ നമുക്ക് ഇത് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഗുണനിലവാരമുള്ള കുഞ്ഞുങ്ങളെ തന്നെ നമ്മൾ ഫാമിൽ നിർത്തുകയും അവരുടെ നല്ല ഉൽപ്പാദന സമയത്തിന് ശേഷം അവരെ മാറി പുതിയ കുഞ്ഞുങ്ങളെ ഉൽപ്പാദനത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു രീതി നമ്മുടെ ഫാമിൽ പിന്തുടർന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഫാമിൻ്റെ മുട്ടയുടെ ഉൽപ്പാദനത്തിൻ്റെ ആ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന സാധനം നല്ല രീതിയിൽ നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ ഇതിൻ്റെ അകത്ത് നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം പരമാവധി ഞങ്ങൾ ഒരു 1.5 വർഷത്തിൽ കൂടുതൽ ഒരു കോഴീനെ ഞങ്ങളിവിടെ നിലനിർത്താറില്ല. അതനുസരിച്ച് പുതിയ ബാച്ചുകളെ നമ്മൾ കൊണ്ടുവരിക ചെയ്യുന്നത്. 7 വർഷം മുൻപ് ആടുവളർത്തലിലേക്ക് ഇറങ്ങിയപ്പോൾ ഒന്നിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കരുതെന്നായിരുന്നു ജോസിക്ക് ലഭിച്ച ഉപദേശം. കാരണം എന്തെങ്കിലും തരത്തിൽ പ്രതിസന്ധികൾ വന്നാൽ അതിനെ മറികടക്കണമെങ്കിൽ മറ്റൊരു വരുമാന സ്രോതസ് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ആടിൽ നിന്ന് കോഴിയിലേക്ക് കൂടി ജോസി സംരംഭം വികസിപ്പിച്ചത്. അതിനും ചില രീതികളൊക്കെയുണ്ട്. നിലവിൽ ചെയ്യുന്ന ഫാമിങ്ങിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പുതിയതായിട്ട് വേറൊരു സ്ട്രീം നമ്മൾ ചെയ്യുമ്പോൾ അസുഖങ്ങൾ തമ്മിൽ ഷെയർ ചെയ്യലാത്ത വർഗ്ഗങ്ങളെ അല്ലെങ്കിൽ വിഭാഗത്തെ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. അങ്ങനെയാണ് ഞാൻ ഈ ആടിൽ നിന്ന് കോഴിയും കൂടെ നമ്മൾ ഫാമിൻ്റെ കൂടെ ആഡ് ചെയ്തത്. അതിനുശേഷം നമ്മളുടെ വേസ്റ്റ് മാനേജ് ചെയ്യുക എന്നുള്ള രീതി, അതായത് ആട്ടിൻകൂട്ടിൽ നിന്ന് നമുക്ക് ഈ ആടിൻ്റെ തിന്നതിന് മിച്ചം വരുന്ന തീറ്റ വരും. കുഞ്ഞുങ്ങൾ നഴ്സറിയിൽ മുതൽ കോഴികൾ ഇടയ്ക്കിടയ്ക്ക് ചാവുകയും അതുപോലെ തന്നെ നമ്മളിവിടെ സ്ലോട്ടർ ചെയ്യുകയൊക്കെ ചെയ്യുന്നതിൻ്റെ വേസ്റ്റും കാര്യങ്ങളെല്ലാം നമുക്കൊരു പ്രശ്നമായി വന്നു കഴിഞ്ഞപ്പം ഒരു 2018 കൂടി ഒരു ചെറിയൊരു പന്നിയുടെ ഒരു യൂണിറ്റും കൂടെ ഞാൻ തുടങ്ങി. അപ്പം അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ബയോഗ്യാസ് പ്ലാന്റും ഈ പന്നിയുടെ യൂണിറ്റിനോട് അല്പം എനിക്ക് ആഡ് ചെയ്യാൻ സാധിച്ചു. അപ്പോഴത്തേനും ആട്ടിൻകൂട്ടിൽ നിന്നുള്ള ആടിൻ്റെ യൂറിൻ ഞാൻ മെയിനായിട്ട് ഇപ്പം ബയോഗ്യാസ് പ്ലാന്റ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കോഴിയെ ഡ്രസ്സ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റ്, അതുപോലെ ആടിൻ്റെ തീറ്റ, മിച്ചം വരുന്ന തീറ്റ, അങ്ങനെ നമ്മുടെ വീട്ടിലെ മിച്ചം വരുന്ന ഭക്ഷണത്തിൻ്റെ മിച്ചം, ഇങ്ങനെയുള്ളതെല്ലാം നമ്മൾ പന്നിക്ക് കൊടുക്കുകയും ആ പന്നിയുടെ കാഷ്ടം ഉപയോഗിച്ച് ബയോഗ്യാസ് പ്ലാന്റ് പ്രവർത്തിപ്പിക്കുകയും എന്നാൽ അത്യാവശ്യം ഒരു 60-70% നമ്മളുടെ പാചകത്തിന് ആവശ്യമായ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കാൻ ഇപ്പം അതിൽ നിന്ന് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഈ വേസ്റ്റ് പന്നിക്കൂട്ടിൽ നിന്ന് വരുന്ന വേസ്റ്റ് കൊണ്ട് ബയോഗ്യാസ് പ്ലാന്റും ആ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് വരുന്ന വേസ്റ്റ് വളവുമായിട്ട് നമുക്ക് തോട്ടത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആടിൻ്റെ പിട്ട നമ്മളിവിടെ അത് ഒരു ചാക്കിൽ കെട്ടിവെച്ച് ഒരു അനേറോബിക് രീതിയിൽ അത് കമ്പോസ്റ്റ് ആക്കി നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ അതിൻ്റെ ഓർഡറും കാര്യങ്ങളും നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. അത് ഓർഡർ അനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ പറയുകയാണെങ്കിൽ അടുത്ത വർഷത്തെ ഏകദേശം ഓർഡർ നമുക്ക് ഓൾറെഡി ഇപ്പോൾ തന്നെ നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ആട്ടിൻകാഷ്ടം നമുക്ക് വിപണനം നടത്താനായിട്ട് സാധിക്കുന്നുണ്ട്. പുറമേ നിന്ന് ആടുകളെ വാങ്ങുന്ന രീതി ജോസിക്കില്ല.
കാരണം പുറമേ നിന്ന് ആടുകളെ കൊണ്ടുവരുന്നത് വഴിയാണ് ഫാമുകളിൽ പലപ്പോഴും രോഗങ്ങൾ പിടിപെടുകയും അപ്രതീക്ഷിത ചെലവുകൾ വരികയും ചെയ്യുന്നതെന്നാണ് ജോസി പറയുക. എത്ര അമ്മമാരെ വേണം ആ അമ്മമാരെ തിരഞ്ഞെടുത്ത് അവരിൽ നിന്ന് നമ്മൾ കുഞ്ഞുങ്ങളെ കൃത്യമായ അകലത്തിൽ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് വലിയ ചിലവില്ലാതെ തീറ്റച്ചെലവ് ഒഴിച്ച് വേറെ ചിലവുകളൊന്നും ഇല്ലാതെ നമുക്ക് ആടിൻ്റെ ഫാം നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പിന്നെ പുറത്തുനിന്ന് ആടുകൾ വരുമ്പോൾ ഉണ്ടാകുന്ന അസുഖങ്ങൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കുവാൻ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അസുഖങ്ങൾ തീർത്തും ഇല്ല അല്ല ഞാൻ പറയുന്നത്, എങ്കിലും പുറത്തുനിന്ന് നമ്മൾ ധാരാളം ആടുകൾ സ്ഥിരമായിട്ട് നമ്മുടെ കൂട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത വിധമുള്ള അസുഖങ്ങളുണ്ടാകും. അത് ഫാമിൻ്റെ മുൻപോട്ടുള്ള പോക്കിനെ തന്നെ അത് ചിലപ്പം ഇതുവരെയും ഫാം ചിലപ്പം നിന്ന് പോവുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞങ്ങളിവിടെ പുറത്തുനിന്ന് ആടുകളെ എടുക്കാത്തത് കൊണ്ടും ഉള്ള അമ്മമാരിൽ നിന്ന് നമ്മൾ ബ്രീഡിങ്ങിലൂടെ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ആടിനെ മേടിക്കുക എന്നൊരു ചിലവ് നമുക്കിവിടെ ഫാമിലില്ല. പിന്നെ നമുക്ക് വരുന്ന ചിലവെന്ന് പറയുന്നത് തീറ്റയാണ്. ഈ തീറ്റയുടെ നമുക്ക് ഇവിടെ ഗ്രേസിംഗ് ലാൻഡ്, അതായത് ഏകദേശം നമുക്ക് ഉള്ള ആടുകളെ 2 മണിക്കൂർ എല്ലാ ദിവസവും ഞങ്ങൾ പുറത്ത് തോട്ടത്തിൽ അഴിച്ചുവിട്ട് തീറ്റാനുള്ള ഗ്രേസിംഗ് ലാൻഡ് നമുക്കിവിടെയുണ്ട്. പിന്നെ അത് കൂടാതെ ഏകദേശം 2-2.5 ഏക്കറോളം ഫോഡർ പ്ലാന്റേഷൻ CO5 CO3 ആയിട്ട് ഫോഡർ പ്ലാന്റേഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് തീറ്റ ചെലവുകൾ നമുക്ക് സീറോ കോസ്റ്റിൽ എന്ന് പറയുന്ന പോലെ നമുക്ക് തീറ്റ ചെലവിനെ എനിക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെയുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കോൺസെൻട്രേറ്റ് ഫീഡ് എന്ന് പറയുന്നൊരു സംഭവം നമുക്ക്, അതായത് ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഫീഡുകളും കൂടെ നമുക്ക് അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം ഞങ്ങളിവിടെ പൂർണ്ണമായിട്ട് ഓർഗാനിക് ഫീഡുകളാണ് കൊടുക്കുന്നത്. അപ്പം അത് പിണ്ണാക്കും, ചോളമാവ്, പിന്നെ പലതരം തവിടുകൾ, പിന്നെ അങ്ങനെയുള്ള സാധനങ്ങൾ മിക്സ് ചെയ്താണ് നമ്മൾ ഇവിടെ മെയിനായിട്ടും ആടിന് തീറ്റയായിട്ട് കൊടുക്കുന്നത്. ഈ ഒരു തീറ്റ ചെലവ് മാത്രമേ നമുക്ക് ഒരു നമ്മുടെ ഫാമിൽ ലേബർ അല്ലാതെ ഉള്ളൊരു തീറ്റ ചെലവ്, ആടിനെ നിർത്തുന്നതിൻ്റെ പേരിൽ ഈ ഒരു ചെലവ് മാത്രമേ നമ്മളുടെ ഈ ഫാമിലുള്ളൂ. 8 മാസം പ്രായമുള്ള പെണ്ണാട്ടിൻ കുട്ടികളെ കിലോ 400 രൂപ നിരക്കിൽ വിൽക്കുന്ന രീതിയായിരുന്നു മുൻപ് ജോസി സ്വീകരിച്ചിരുന്നത്. എന്നാൽ കോവിഡിന് ശേഷമുള്ള പ്രത്യേക സാഹചര്യത്തിൽ വിൽപ്പന രീതിയിൽ മാറ്റം വരുത്തി. അമ്മയാടുകളുടെ എണ്ണം കുറയ്ക്കുകയും ഫാമിൽ നിലനിർത്താൻ ഉദ്ദേശിക്കുന്ന കുട്ടികളെ ഒഴിച്ച് ബാക്കിയുള്ളവയെ പരമാവധി നേരത്തെ തന്നെ വിറ്റൊഴിവാക്കുകയും ചെയ്യുന്നു. കുട്ടികൾ ഫാമിൽ നിൽക്കുന്തോറും പിന്നീട് തീറ്റയുടെ ചെലവ് പോലും ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകാമെന്നതുകൊണ്ടാണ് ഈ നീക്കം. നല്ല ഉൽപ്പാദനക്ഷമതയുള്ള ആരോഗ്യമുള്ള അമ്മമാരെ ഒഴിച്ച് ബാക്കിയുള്ള അമ്മമാരെ എല്ലാം ഞങ്ങൾ ഈയിടെ ഒഴിവാക്കുകയും ഉണ്ടാകുന്ന കുട്ടികളിൽ നമുക്ക് നിലനിർത്താൻ ഉദ്ദേശിക്കുന്ന കുട്ടികളെ ഒഴിച്ച് ബാക്കിയുള്ള കുട്ടികളെ അറ്റ് ദ ഏർലിയസ്റ്റ് അന്നേരത്തെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വിലയ്ക്ക് നമ്മൾ കൊടുത്തു മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവരെ കൂട്ടി നിർത്തിക്കഴിഞ്ഞ് വളർത്തിക്കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന ചിലവിനുള്ള ലാഭം നമുക്ക് ഇവരെ നിർത്തി വളർത്തുന്നതിൻ്റെ പേരിൽ നമുക്ക് കിട്ടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ മാർക്കറ്റിൽ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിപ്പം ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ പുറത്തേക്ക് കൊടുക്കുന്നത്. നമ്മളിവിടെ മുട്ടൻ കുഞ്ഞുങ്ങളെ നമ്മൾ മീറ്റ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്, നമ്മൾ സ്ലോട്ടർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടെ സ്ലോട്ടറിങ്ങിനുള്ള സൗകര്യം ഇല്ല എങ്കിലും എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഫാമിൽ ഇതിനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അവിടെ ഇത് സ്ലോട്ടർ ചെയ്തിട്ട് നമ്മളിത് മീറ്റാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒരു 4 കിലോ മുതൽ മുകളിലേക്കുള്ള ഏത് ഓർഡറുകളും നമുക്കിവിടെ ചെയ്ത് കൊടുക്കാനായിട്ടുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അതിനുള്ള മുട്ടൻ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ ഇവിടെയുണ്ട്. 1 വയസ്സ് താഴെയുള്ള മുട്ടൻ കുഞ്ഞുങ്ങളെയാണ് നമ്മളിവിടെ ഈ ഇറച്ചിയാക്കിയിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഒരു താല്പര്യമുള്ളവർക്ക് ഒരു ഇറച്ചി ആവശ്യമുണ്ട് എന്നുള്ള ഒരാൾക്ക് വന്ന് കണ്ട് ഇന്ന ആടിനെ വേണമെന്ന് പറഞ്ഞ് ആ ഒരു ആടിനെ തന്നെ നമുക്ക് ഇറച്ചിയായിട്ട് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ ബ്രീഡിംഗ് ഫാം ആയതുകൊണ്ട് നമുക്ക് അധികം നല്ല ഉൽപ്പാദനക്ഷമതയുള്ള അമ്മമാരെ ഞങ്ങൾ ഇവിടുന്ന് കൊടുക്കുന്നില്ല. അവരുടെ ഉൽപ്പാദനക്ഷമതയുടെ ഒരു നല്ല ഒരു കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം, അതായത് നല്ല രീതിയിലുള്ള ഒരു 7 തവണ 8 തവണയൊക്കെ പ്രസവിച്ച അമ്മമാർ വരെ നമ്മളുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു രീതി മോശമാകുന്നതനുസരിച്ച് ഞങ്ങളവരെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അത് കൂടുതലും നമ്മൾ ഇറച്ചിയായിട്ട് കച്ചവടക്കാർക്ക് വിൽപ്പനയ്ക്കായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല അമ്മമാരെ നമുക്ക് ഇവിടുന്ന് നമ്മൾ കൊടുക്കാറില്ല. എന്ന് വെച്ചാൽ നമ്മൾ മെയിനായിട്ട് കുട്ടികളിലേക്കാണ് നമ്മളുടെ ശ്രദ്ധ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല അമ്മമാരെ ഞങ്ങൾ ഇവിടെ നിലനിർത്തുകയാണ് ചെയ്യുന്നത്.
അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഒരു ആടിൻ്റെ ഈ ഒരു ആടിൻ്റെ മേഖലയിലുള്ള ചിലവുകൾ പരമാവധി കുറച്ചുകൊണ്ട് ഇപ്പോഴത്തെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ബയേഴ്സ് തീരെ ഇല്ലാത്ത ആടിനെന്നല്ല എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് ഫാമിംഗ് മേഖലകളിൽ ഒരു തരത്തിലുള്ള ഒരു ഉന്മേഷവും അല്ലെങ്കിൽ ഒരു ഉത്സാഹവും ഒരിടത്തും കാണിക്കാത്ത ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾ ഈ ഫാം വലിയ കുഴപ്പം കൂടാതെ മുൻപോട്ട് കൊണ്ടുപോകുന്നത് ഇങ്ങനെയൊക്കെ ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്താണ് ഞങ്ങളിത് മുൻപോട്ട് കൊണ്ടുപോകുന്നത്. കൃഷി ചെയ്താൽ മാത്രം പോരാ, അതിന് ഉൽപ്പന്നം വിൽക്കാനുള്ള പാടവം കൂടി ഓരോ കർഷകനും ആർജിച്ചിരിക്കേണ്ടത് ഇന്നത്തെ കാലത്ത് അത്യാവശ്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സമീപകാലത്ത് മൃഗസംരക്ഷണ മേഖലയിൽ ഒരുപാട് പ്രതിസന്ധികൾ കടന്നു വന്നിട്ടുണ്ട്. ഒരു കർഷകർ ഒത്തിരി പേര് പ്രതിസന്ധിയിലായിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ തരണം ചെയ്യുന്നെങ്കിൽ നമ്മൾ കച്ചവടക്കാരനായിട്ട് മുന്നിട്ടിറങ്ങേണ്ടി വരും. അത്തരം ഒരു മാതൃകയാണ് കർഷകശ്രീ ജോസിയിലൂടെ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുന്നത്. ഇവിടുത്തെ വിശേഷങ്ങൾ പങ്കുവച്ച് കർഷകശ്രീ വിടവാങ്ങുകയാണ്. നന്ദി, നമസ്കാരം.